ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് തരത്തിലുള്ള ജിലേബിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ജിലേബി എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്, നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കണമെന്ന്. അതുപോലെ തന്നെ മൈദ ഉപയോഗിച്ചിട്ടും. അപ്പോൾ രണ്ടും 2 ദിവസമായിട്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ടും വീഡിയോയും കൂടിയിട്ട് ഒന്നിച്ചാക്കിയിട്ടാണ് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലെങ്തി ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡിലിട്ട് കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ വീഡിയോ ലെങ്തി ആയാൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കുറേ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ ഫോളോ ചെയ്തോളൂ. പെർഫെക്റ്റായിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര കേട്ടോ. മെഷറിംഗ് കപ്പ് ഒരേ കപ്പ് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അളവൊന്നും തെറ്റില്ല. അപ്പോൾ ആ 1 കപ്പിൽ 1 കപ്പ് പഞ്ചസാര വെച്ചാൽ അതിൻ്റെ പകുതിയാണ് വെള്ളം ഒഴിക്കുക. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാച്ചാൽ ഒരു ഏലക്കായ പകുതിയൊക്കെ ഇതിൽ ചതച്ചിട്ട് ഇടാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളറോ ഓറഞ്ച് കളറോ ഒരു നുള്ളിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ജിലേബിക്ക് ടേസ്റ്റ് അല്ലേ വേണ്ടു, ടേസ്റ്റ് ഉണ്ടാവും, കളർ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളറ് ഇടുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ഇത് ഒന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാനിതിൽ ആദ്യമേ ഇതിലേക്ക് സിറപ്പിന് വേണ്ട വെള്ളം കറക്റ്റാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറേ നേരം തിളപ്പിച്ച് വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടില്ലേന്നൊന്നും ശ്രദ്ധിക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇടണമെന്ന് വെച്ചാൽ അത് കൂടി പോകുന്നരുത് കേട്ടോ. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ വേണം നമ്മളിത് ഉപയോഗിക്കുമ്പോഴും. ഈ ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ തന്നെ വേണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി പറഞ്ഞാൽ 75 ഗ്രാം കൊണ്ട് അടുത്തുണ്ടായിരിക്കും കേട്ടോ. 75 ഗ്രാംസ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് തന്നെ ചേർക്കണം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ ഉണ്ടായിരിക്കും. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. 1/2 ടീസ്പൂൺ ഈനോ ചേർത്തു. അപ്പോൾ ഈനോ 1/2 ടീസ്പൂണാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ടേബിൾ സ്പൂണും ടീസ്പൂണും പറയണത്, നിങ്ങൾ തെറ്റി ചെയ്യരുത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഈനോ കൂടി ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ആ ഈനോ നെയ്യും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചാൽ ആ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് തന്നെ ഒഴിക്കണം. നമ്മൾ ഒന്നിച്ച് ആദ്യം ഒഴിക്കരുത്. നമ്മൾ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഈനോൻ്റെ ആ പദം അങ്ങനെ വരും. ആ പദം നമ്മൾ കുഴച്ചിട്ട് ആ പദം അങ്ങോട്ട് പോയിക്കോളും. ആ ഒരു രീതിയിൽ വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലേശം കൂടി ഒരു സ്പൂണും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതലായാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലേശം കൂടി, എന്നാലാണ് നമുക്കിത് പാക്കറ്റിൻ്റെ ഇതിൽ എന്താ പറയുക, നമുക്കിത് ജിലേബി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ചെറിയൊരു സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ആ പാകം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും. അതായത് ഫൈബറുള്ള ഗോതമ്പ് പൊടിക്ക് വ്യത്യാസം വരും, ചാൻസ് ഉണ്ട്. ഉണ്ടാക്കാൻ നമുക്ക് ഇതേപോലെ ജിലേബി ഉണ്ടാക്കണ ഇതുപോലെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നല്ലൊരു കവർ എടുക്കുക. അതൊന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കിതിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതിന് എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഹോള് വളരെ ചെറുതാണ്. അപ്പോൾ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ജിലേബിയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് വെച്ചാൽ ഈ ഹോള് കുറച്ചും കൂടി വലുതാക്കി എടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഇതിലുണ്ടാക്കിയപ്പോൾ ഈ ഹോൾ കുറച്ച് ചെറുതായിട്ടാണ് 2 ദിവസം മുന്നേ ഉണ്ടാക്കിയപ്പോൾ അത് ഫീൽ ചെയ്ത്. അപ്പോൾ കുറച്ചിങ്ങനെ വണ്ണത്തിലുള്ള ജിലേബി ആണെങ്കിൽ അത് നല്ല ജ്യൂസി ആയിരിക്കും, കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. വണ്ണം കുറഞ്ഞ ജിലേബി ആണെങ്കിൽ, അതിൻ്റെ ആ കട്ടി കുറഞ്ഞ ജിലേബി ആണെങ്കിൽ എന്താ പറയുക, അത് അത്ര പിന്നെ നമ്മൾ ആ മറ്റേതിൻ്റെ അത്ര തന്നെ ടേസ്റ്റ് എനിക്ക് ഇല്ല. അതും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ പാക്കറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്.
അല്ലെങ്കിൽ നമ്മൾ തുണി എടുത്തിട്ട് അതിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. പാക്കറ്റായിരിക്കും എല്ലാവർക്കും ചെയ്യാൻ ഈസി. അപ്പോൾ ഇവിടെ ഒന്നും കൂടി വലിപ്പം ആക്കുക. പിന്നെ ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഞാൻ കാണാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറിയ നേരോ ആയിട്ടുള്ള ഹോളല്ല നല്ലത്, കുറച്ച് വലിയൊരു ഹോളാണ്. അതായത് ഇപ്പോൾ ആ ബോട്ടിലിൻ്റെ ഹോള് ഞാൻ കാണിച്ചില്ലേ, അതിനേക്കാൾ കുറച്ച് വലിയ ഹോളായിരിക്കണം കേട്ടോ. അപ്പോഴാണ് അത് ജ്യൂസി ആയിട്ടുള്ള ജിലേബി നമുക്ക് കിട്ടുക. ആ ജ്യൂസ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ചും കൂടി നന്നായിരിക്കും. എന്ന് വെച്ച് ഹോള് കൂടി പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേപോലെ കപ്പോ എന്തെങ്കിലും മഗ്ഗോ എന്തെങ്കിലും വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ ഈ കവർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. എന്നിട്ട് ഇതിലേക്ക് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പമാട്ടോ. ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആ എണ്ണ ശ്രദ്ധിച്ചാൽ മതി, ചൂടുള്ള എണ്ണയല്ലേ. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല, ഈസിയാണ്. ഇതേപോലെ എല്ലാം ബാറ്റർ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ബാറ്റർ ഇപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. പിന്നെ ഇതാ നമുക്ക് എണ്ണ ചൂടായി. സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എണ്ണയുടെ ചൂട് കുറവായാൽ ജിലേബി ഉണ്ടാക്കി ശരിയാവില്ല. അപ്പോൾ നല്ല തിളച്ച എണ്ണ, ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജിലേബി ഇങ്ങനെ ഫോർക്ക് കൊണ്ട് എന്തുകൊണ്ട് സ്പൂൺ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ജിലേബിക്ക് ഇങ്ങനെ ബലം വന്നിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ആ ഒരു ഇത്. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് എണ്ണയിൽ കിട്ടപ്പോൾ ചെറുതായിട്ട് എണ്ണ പതഞ്ഞത്, ഒന്ന് എണ്ണ എൻ്റെ കയ്യിലുള്ളത് വേറൊരു എണ്ണയായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ക്രിസ്പി അടിക്കുക. ഓവറായിട്ട് ക്രിസ്പി ആക്കണ്ട കേട്ടോ. ഓവറായിട്ട് ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ആ ഷുഗർ സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കില്ല. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് ക്രിസ്പി ആക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ചെറുതായിട്ടൊരു വിധം ആ ക്രിസ്പി ആകുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അങ്ങനെയാണ് നല്ലത്. അതിപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവങ്ങളൊക്കെ. മനസ്സിലായോ? ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചത് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറായിരിക്കും ഇത്. നേരിട്ട് ഞാൻ ആദ്യമേ ഷുഗർ സിറപ്പിലേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിലാ കാണുന്നത്. ഇത് വേഗം നേരിട്ട് ചൂടോടക്കനെ തന്നെ ഷുഗർ സിറപ്പിലിടണം. ശ്രദ്ധിക്കണം, ഈ ഷുഗർ സിറപ്പും നല്ല ചൂടുണ്ടായിരിക്കണം. അതായത് രണ്ടും നല്ല ചൂടുണ്ടാവണം. ജിലേബിയും ചൂടുണ്ടാവണം, ഷുഗർ സിറപ്പും ചൂടുണ്ടാവണം. എന്നിട്ട് അതിൽ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് കുറേ എണ്ണം ഇട്ടു. ഇത്രയൊന്നും ഇടരുത്, 2-3 ഇടണം. എന്നാലാണ് ആ ഷുഗർ സിറപ്പ് പെട്ടെന്ന് അതിലേക്ക് വലിച്ചെടുക്കുള്ളൂ. ഷുഗർ സിറപ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും. അതിലേക്ക് അബ്സോർബായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിരിക്കും. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലത്തെ ബാക്കിയൊക്കെ കഴിച്ചു കിട്ടും. അത് കുട്ടികൾക്ക് ക്ഷമ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ കഴിച്ചു. ബാക്കിയുള്ള 2 എണ്ണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓവർ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ഓവർ ക്രിസ്പി ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കരുത് കേട്ടോ. ജിലേബി ഒരുവിധം ചെറുതായിട്ട് ക്രിസ്പി ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് മാറ്റണം, എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പം ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് മൈദ കൊണ്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പഞ്ചസാര. അതായത് എത്രയാണോ പഞ്ചസാര വെച്ചാൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചത് ഇടുക. പിന്നെ ഒരു നുള്ള് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. യെല്ലോ കളറോ ഓറഞ്ച് കളറോ ചേർക്കാം. പക്ഷെ നമ്മൾ കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇത് ടേസ്റ്റും കളറായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ എടുക്കുക കാരണം വേസ്റ്റ് കളറ് കാണിച്ചു എന്നേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു ബേസിനിൽ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ പറഞ്ഞാൽ 150 ഗ്രാമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈനോ റെഗുലറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ് ഇതിൽ. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി
ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കാം ഏത് കപ്പിലാണോ മൈദ എടുത്ത് വെച്ചാൽ ആ കപ്പിൽ തന്നെ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എത്ര വെള്ളം വേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് യോജിപ്പിക്കുക. മൈദ ആവുമ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരില്ല. നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിക്കുന്ന അത്രയും വെള്ളം മൈദയിൽ വേണ്ട. കാരണം മൈദയിൽ ഫൈബർ ഇല്ലാത്ത സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ആ ഷുഗറൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ നിറച്ചുമാണ് പിന്നെ മൈദ എടുത്തിരുന്നത്. 150 ഗ്രാമിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. കാരണം നമ്മൾ കപ്പ് എടുക്കുമ്പോൾ അത് ലെവൽഡ് അല്ല, കുറച്ച് നിറച്ച് നിൽക്കണം, അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. ഇപ്പോൾ 150 ഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അതായത് 1/4 കപ്പിന് 1 ടേബിൾ സ്പൂണൊക്കെ കുറവുണ്ടാവും. അത്രയും വെള്ളം. നിങ്ങൾ ഉപയോഗിക്കുന്ന മൈദയ്ക്കനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരും. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളത് ഇങ്ങനെ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കട്ടി കൂടി കഴിഞ്ഞാലും അത് പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇങ്ങനെയാണ്. മനസ്സിലായോ? എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരന്ന ചീനച്ചട്ടി വേണം ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലേ നമുക്ക് ഒരേ സമയം 3-4 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എണ്ണ നല്ല തിളച്ച എണ്ണയായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടില്ലേ അതിങ്ങനെ പൊന്തി വരുന്ന അതുപോലെ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല കേട്ടോ, ശരിയാവില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണം. പിന്നെ നല്ല തിളച്ച എണ്ണയിൽ എനിക്കിത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ തീ കുറയ്ക്കാം. വല്ലാതെ തീ കുറയ്ക്കരുത്, സിമ്മിലൊന്നും ഇടരുത്. അപ്പോൾ അത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. നല്ല ചൂടുള്ള കുറച്ച് ഫ്ലെയിം കൂടിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയാലേ ശരിയാവുള്ളൂ. പിന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ക്രിസ്പിയാക്കി എടുക്കണം. ഓവറായിട്ട് ക്രിസ്പി ആക്കണ്ട. നമുക്ക് ഉള്ളിൽ ആ ജ്യൂസി ആയിട്ടുള്ള ജിലേബി കിട്ടാൻ വല്ലാതെ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒരുവിധം അങ്ങനെ അതുകൊണ്ട് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ തൊട്ടാൽ നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ ജിലേബി ഇതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ബലം വെച്ച് വരും. അപ്പോൾ ഇത് കുറേ നേരം എണ്ണയിലിട്ടാൽ ഓവറായിട്ട് ക്രിസ്പി ആയി പോവും. പിന്നെ നമുക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒട്ടും അത് ശരിയാവില്ല, ജ്യൂസി ആയി കിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്കിത് വറുത്ത് കോരി എടുക്കണം. അപ്പം ഇത് കോരിയിട്ട് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇടണം. ഷുഗർ സിറപ്പ് ചൂടുണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ക്രിസ്പി ആവരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ പോയിട്ട് അത് ജ്യൂസിൽ തന്നെ അടിയിലേക്ക് താന്നു പോകും. അതിൻ്റെ ഉള്ളിലേക്ക് ജ്യൂസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ നിന്ന് നല്ല ഞാൻ അങ്ങനെ മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഗോതമ്പ് പൊടിയുടെ ഉണ്ടാക്കിയതും രണ്ടും വേറെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്, നല്ല പെർഫെക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ നിങ്ങളത് ഫോളോ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതാ കാണിക്കുന്നു. പക്ഷേ ബോട്ടിലിൽ ഉണ്ടാക്കിയതിനൊക്കെ എനിക്ക് നന്നായി തോന്നിയത് പോളിത്തീൻ കവറിലാണ്. പോളിത്തീൻ കവറിലാകുമ്പോൾ കുറച്ചും കൂടി ഇതിനേക്കാൾ കുറച്ചും കൂടി വണ്ണത്തിൽ ഉണ്ടാക്കാൻ പറ്റി. ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് അബ്സോർബ് ആകുമ്പോൾ കൂടുതൽ അതാണ് ടേസ്റ്റായി തോന്നിയത്. അപ്പോൾ നമുക്ക് ബോട്ടിലൊന്നും ആവശ്യമില്ല. അങ്ങനെ പോളിത്തീൻ കവർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോളിത്തീൻ കവർ കളയുക, പിന്നെ പിറ്റത്തെ പ്രാവശ്യം വേറെ പുതിയ കവർ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് അപ്പോൾ അത് നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ജിലേബി റെഡി ആയിരിക്കണു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ പോളിത്തീൻ കവറിൽ ഉണ്ടാക്കിയത് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിരിക്കണു. കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ എന്നാൽ പുറമെ ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ജയാസ് റെസിപ്പീസ് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്
അതാ ഷുഗർ സിറപ്പിൽ ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കളറൊന്നും ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി ഇടുക, അല്ലെങ്കിൽ സഫ്രോൺ ഇടുക. അപ്പോൾ കളർ കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഒരു കളറിൻ്റെയും ആവശ്യമില്ല. കളർ കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കിട്ടില്ല. എനിക്കിപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതല്ലേ, പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ അതിനിട്ടത് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ജിലേബിയാണ്. ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയത് കണ്ടില്ലേ.